എറണാകുളത്ത് LDFിനുണ്ടായ കനത്ത തോൽവിയിൽ ജില്ലയിലെ മുതിർന്ന CPM നേതാക്കൾക്കെതിരെ വീണ്ടും നടപടികൾക്ക് സാധ്യത. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 4 മണ്ഡലങ്ങളിലെ തോൽവിയിൽ നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടിയെടുത്തിരുന്നു. പാർട്ടി സംവിധാനം കാര്യക്ഷമമായിരുന്നില്ലെങ്കിൽ ഇത്ര കനത്ത തോൽവി ഉണ്ടാകില്ലായിരുന്നുവെന്ന വിലയിരുത്തലാണ് LDF സ്ഥാനാർത്ഥി KG ഷൈനിനും ഉള്ളത്. എറണാകുളത്ത് തോൽവി ഉറപ്പിച്ചിരുന്നെങ്കിലും ഇത്ര കനത്ത തോൽവി CPM ജില്ലാ നേതൃത്വത്തിനും LDF സ്ഥാനാർത്ഥി KG ഷൈനിനും അപ്രതീക്ഷിതമായിരുന്നു. UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡന്റെ ഭൂരിപക്ഷം കടക്കുന്ന ആകെ വോട്ടുകൾ പോലും കടക്കാനാകാത്തതാണ് CPMൽ പൊട്ടിത്തെറിയിലേക്ക് എത്തുന്നത്. ഹൈബിയുടെ ഭൂരിപക്ഷം 2,50,385 എത്തിയപ്പോൾ LDF സ്ഥാനാർത്ഥി KG ഷൈൻ നേടിയത് 2,31,932 വോട്ടുകൾ മാത്രമായിരുന്നു. വോട്ട് വിഹിതം കാര്യമായി കുറഞ്ഞതിൽ സംഘടനാ സംവിധാനത്തിലെ പാളിച്ചയിലേക്കാണ് KG ഷൈനും വിരൽ ചൂണ്ടുന്നത്. തോൽവിയിൽ സംഘടനാ തലത്തിലുണ്ടായ വീഴ്ചകളിൽ അന്വേഷണമുണ്ടാകും. പ്രവർത്തകരെ കൂടുതൽ സക്രിയമാക്കുന്നതിൽ നേതാക്കൾക്ക് വീഴ്ചയുണ്ടായെന്നാണ് വിലയിരുത്തൽ. അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വലിയ തോൽവിക്ക് കാരണക്കാരായ നേതാക്കൾക്കെതിരെ നടപടിയുണ്ടാകും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരുമ്പാവൂർ, പിറവം, തൃക്കാക്കര, തൃപ്പൂണിത്തുറ മണ്ഡലങ്ങളിലെ തോൽവിയിൽ നേതാക്കൾക്കെതിരെ നടപടിയുണ്ടായിരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ CK മണിശങ്കർ, NC മോഹനൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ CN സുന്ദൻ, VP ശശീന്ദ്രൻ, PK സോമൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെ CPM നടപടിയെടുത്തിരുന്നു. തെരഞ്ഞെടുപ്പ് വീഴ്ചകൾ പരിശോധിച്ചെടുത്ത നടപടികൾ പിന്നീട് പിൻവലിച്ചിരുന്നു. BJP കാര്യമായ മുന്നേറ്റം നടത്തുമ്പോഴും പാർട്ടി ഘടകങ്ങൾ ശക്തമെന്ന് അവകാശപ്പെടുന്ന CPMന്റെ കണക്കുകൂട്ടലുകൾ തെറ്റുന്നതാണ് നേതൃത്വത്തെ പുനർവിചിന്തനത്തിന് പ്രേരിപ്പിക്കുന്നത്. ജനം, കൊച്ചി.